എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബേക്കറികളിൽ കിട്ടുന്ന ക്രീം ബണ്ണാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഈ പലഹാരം നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂട് പാലൊഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പാൽ നന്നായിട്ട് പതഞ്ഞു വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്, കാരണം നമ്മൾ തയ്യാറാക്കുന്ന മൈദമാവ് പൊങ്ങി വരില്ല. ഈസ്റ്റ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ക്രീം ബണ്ണിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് വെച്ചിരിക്കുന്ന പാല് കുറച്ച് ചേർത്ത് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതിന് പാലെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റ് 1/4 കപ്പ് പാല് മാത്രമേ ഇതിന് ഉപയോഗിക്കാവുള്ളൂ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബണ്ണ് വല്ലാതെ എണ്ണ കുടിക്കും. ചപ്പാത്തി മാവിനേക്കാൾ ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുന്നൊരു പരുവത്തിലാണ് ഇപ്പോൾ ഈ മാവുള്ളത്. ഇനി ഇത് ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി ഒരു 15 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു കയ്യിലൊട്ടാത്ത പരുവത്തിലുള്ളൊരു മാവ് നമുക്ക് കിട്ടും. നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് വേണം നമ്മൾ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കയ്യിലൊട്ടാത്ത പരുവായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇത് പൊങ്ങി ഡബിൾ സൈസ് ആകും. എന്നിട്ട് വേണം നമ്മൾ ക്രീം ബണ്ണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുളകളെടുത്ത് ഈ രീതിയിൽ ക്രീം ബണ്ണിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു ട്രേയിലോട്ട് ഓരോ ഉരുളകളും മാറ്റി വയ്ക്കാം. ഇനി ഒരു 30 മിനിറ്റ് നേരം നമ്മൾ ഈ ബണ്ണൊരു ഡബിൾ സൈസ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ ബണ്ണിപ്പോൾ ഇവിടെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെറു തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞും അകം ഭാഗം വേവാത്ത രീതിയിലായിരിക്കും നമ്മുടെ ബണ്ണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഓരോ ബണ്ണും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ബണ്ണെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറിൻ്റെ ആ മഞ്ഞ കളർ മാറി നല്ലൊരു ക്രീം കളറാകുന്നവരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ പഞ്ചസാര നന്നായിട്ട് ബട്ടറുമായിട്ട് മിക്സ് ആവണം.
ഇതിപ്പോൾ നന്നായിട്ട് ക്രീം പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ബണ്ണും എടുത്ത് അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാ ബണ്ണിലും ക്രീം വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീം ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ക്രീം ബണ്ണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും.